പന്തളത്ത് നാളെ നടക്കുന്ന ബദൽ അയ്യപ്പ സംഗമത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിലാണ് സംഗമം നടത്തുന്നത്. പന്തളം കൊട്ടാരം പ്രതിനിധികൾ ഉൾപ്പെടെ പരിപാടിയിൽ പങ്കെടുക്കും. കേരളത്തിലെ വിവിധ ഹൈന്ദവ സംഘടനകളുടെ സംയുക്ത നേതൃത്വത്തിൽ നാളെ പന്തളത്ത് വെച്ച് നടക്കുന്ന ശബരിമല സംരക്ഷണ സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ്. അവസാനവട്ട മിനുക്കുമണികൾ നടക്കുകയാണ്. ഈ സെമിനാറിൽ കേരളത്തിലെ എല്ലാ സാമുദായിക സംഘടനകൾ, ആത്മീയ ആചാര്യന്മാർ, അതുപോലെ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ടവർ, ആചാരക്കാർ, അവരുടെ എല്ലാവരുടെയും പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ നൽകും വിശദാംശങ്ങൾ. പ്രവീൺ, സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമം പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തന്മാരുടെ തന്നെ അവകാശങ്ങൾക്കൊപ്പം നിൽക്കും, അവരുടെ വികാരത്തോടൊപ്പം ചേർന്ന് നിൽക്കുമെന്നുള്ളൊരു നിലപാട് തന്നെ സർക്കാർ എടുക്കുന്നു, മുഖ്യമന്ത്രി എടുക്കുന്നു. അപ്പോൾ ശബരിമല മാസ്റ്റർ പ്ലാൻ വികസന പദ്ധതികളിൽ ഉറച്ചു നിൽക്കുന്നു സർക്കാർ. അത്തരം പദ്ധതികൾ അടുത്ത സീസണോട് തന്നെ അത് ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഭക്തർക്ക് അനുകൂലമായി വരും എന്നുള്ള രീതിയിൽ തന്നെ സർക്കാർ നിലപാടെടുക്കുമ്പോൾ ഈ ബദൽ അയ്യപ്പ സംഗമം ആരൊക്കെയാകും പങ്കെടുക്കുക? അതിനെ സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിനെ അതിനേക്കാൾ മികച്ചതാക്കാനുള്ള ഒരു പദ്ധതി തന്നെയല്ലേ തയ്യാറാക്കിയിരിക്കുന്നത്? ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായോ? ആര്യ, നാം ഇന്നലെ പമ്പയിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഗമം നാം കണ്ടു. അതിനുശേഷം നാളെ ഇപ്പോൾ പന്തളത്ത് മറ്റൊരു ബദൽ സംഗമം നടക്കാൻ പോവുകയാണ്. അത് പ്രധാനപ്പെട്ട ഹൈന്ദവ സംഘടനകളൊക്കെ ചേർന്നുകൊണ്ട് ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിലാണ് അങ്ങനെ ഒരു സംഗമം നടത്തുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പന്തളത്തെ ആ വേദിയിലാണ്. കേരളത്തിലെ വിവിധ ഹൈന്ദവ സംഘടനകളുടെ സംയുക്ത നേതൃത്വത്തിൽ ഈ ഒരു മഹാസംഗമം നടത്തും എന്നാണ് അല്പസമയം മുമ്പ് ഇതിന്റെ സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു വേദിയാണ് നാം കാണുന്നത്. അതിന്റെ നിർമ്മാണമൊക്കെ പൂർത്തിവരികയാണെന്ന് സംഘാടക സമിതിയുടെ വർക്കിംഗ് പ്രസിഡന്റായിട്ടുള്ള വത്സൻ തില്ലങ്കേരി അല്പസമയം മുമ്പ് വ്യക്തമാക്കിയിരുന്നു. ആ ഒരു വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മറ്റ് ഈ ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ ഉണ്ടായിരുന്നു. ഇത് രണ്ട് വിഭാഗങ്ങളിലായിട്ടാണ് ഈ ഒരു ശബരിമല സംരക്ഷണ യോഗം അത് നടത്തുന്നത്. നാളെ രാവിലെ 9 മണിക്ക് 3 വിഷയങ്ങളിൽ പ്രധാനമായിട്ടും ഒരു സെമിനാർ നടക്കും. അത് ഈ കാണുന്ന പന്തലിൽ ആയിരിക്കില്ല, അത് പന്തളത്ത് തന്നെ മറ്റൊരു ഓഡിറ്റോറിയത്തിലാണ് നടത്തുന്നത്. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കായിരിക്കും ഈ കാണുന്ന പന്തലിൽ വെച്ച് ആ ഒരു സംഗമം നടത്തുക എന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായി വരുന്നത്. 3 വിഷയങ്ങളിൽ പ്രധാനമായിട്ടും ഈ ഒരു സംഗമവുമായി ബന്ധപ്പെട്ട് സെമിനാറുകൾ നടക്കും എന്ന് പറയുന്നു. അത് ശബരിമലയുമായി ബന്ധപ്പെട്ട് വിശ്വാസം, ഒപ്പം തന്നെ സുരക്ഷ, അങ്ങനെ 3 വിഷയങ്ങളിലായിരിക്കും ഈ സെമിനാർ നടക്കുക എന്ന് സംഘാടകർ അറിയിക്കുന്നുണ്ട്. ഈ 3 സമ്മേളനങ്ങളിലും വിവിധ വിഷയങ്ങളിൽ ആധികാരികമായിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകും എന്നും ഈ സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. എല്ലാ സാമുദായിക സംഘടനകളുടെ പ്രാതിനിധ്യം ഉണ്ടാകുമെന്നും ഈ സംഘാടകർ അറിയിക്കുന്നു. ആത്മീയ ആചാര്യന്മാർ പങ്കെടുക്കുമെന്ന് പറയുന്നു. ഒപ്പം ഈ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ടവരും അങ്ങനെയുള്ള ആളുകളുടെയും സാന്നിധ്യം ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും നാളെ നടക്കുന്ന ഈ ഒരു സംഗമവുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രവീൺ, പന്തളത്തെ ബദൽ അയ്യപ്പ സംഗമം നാളെയാണ് നടക്കുക. പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്.